ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ആറാം ക്ലാസ്സിൻ്റെ താരിഖുൽ ഇസ്ലാം ഹാഫ് ഇയർലി എക്സാമിൻ്റെ ഒരു മോഡൽ ക്വസ്റ്റ്യനുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാക്കാം. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് വിശദമായിട്ടുള്ള ഒരു റിവിഷൻ ക്ലാസ് അല്ല ചോദ്യപേപ്പർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ പാഠബുക്ക് വെച്ച് തന്നെ നന്നായിട്ട് റിവിഷൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും ഉപകാരപ്പെടുത്തി കാണുക. ഇനി ആ വീഡിയോ ലഭിക്കാത്തവർ എൻ്റെ മൊബൈൽ നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അവർക്ക് ഞാൻ ആ ലിങ്കുകൾ അയച്ചു തരും. 82 89 89 29 85. അപ്പോൾ അതിൽ നിങ്ങളൊന്ന് മെസ്സേജ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കോളത്തിൽ ശരി അടയാളപ്പെടുത്തണം 6 വരെയുള്ള ചോദ്യങ്ങൾക്ക്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവ് ആരാണ്? ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പിതാവ് ആരായിരുന്നു? ആരാണ്? താറഹാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പിതാവ്. മനസ്സിലാക്കാം. അടുത്തത് ഹവ്വ റളിയല്ലാഹു അൻഹ ജന്മം നൽകിയ കുട്ടികൾ എത്ര? അതായത് ആദം നബി അലൈഹി ഇസ്ലാമിനും ഹവ്വ ബി റളിയല്ലാഹു അൻഹാക്കും എത്ര മക്കളുണ്ടായിരുന്നു? 40 മക്കളുണ്ടായിരുന്നു. മനസ്സിലാക്കുക. അടുത്തത് ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പൗത്രൻ. ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പൗത്രനാണ് ആര്? നൂഹ് നബി അലൈഹി ഇസ്ലാം. ഇദ്രീസ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പൗത്രനാണ് നൂഹ് അലൈഹി ഇസ്ലാം. അടുത്തത് എന്താണ്? ആദ് ഗോത്രം താമസിച്ച നാട്. ആദ് ഗോത്രം താമസിച്ച നാടാണ് അഹ്കാഫ് എന്നതാണ്. അടുത്തത് ഫലസ്തീനിൻ്റെ പഴയ പേരാണ് കൻആൻ. മനസ്സിലാക്കുക. അടുത്ത ഇനി മാച്ച് ചെയ്യാനാണ്, ചേരുംപടി ചേർക്കാൻ. എന്തൊക്കെയാണ് ഇവിടെ വന്നത്? സമൂദ് ഗോത്ര വാസസ്ഥലം. സമൂദ് ഗോത്രത്തിൻ്റെ വാസസ്ഥലം ഏതാണ്? ഹിജ്റാണ്. അപ്പം അതിൻ്റെ സി നമുക്കവിടെ എഴുതാം. അടുത്ത ലൂത്ത് അലൈഹിസ്സലാം നബിയായി നിയോഗിക്കപ്പെട്ട സ്ഥലം. ഏതാണ്? മുഅത്തഫിക്കാത്ത്. അപ്പം അതിൻ്റെ ഡി നമുക്കവിടെ എഴുതി കൊടുക്കാം. മുഅത്തഫിക്കാത്താണ് ലൂത്ത് അലൈഹി ഇസ്ലാം നബിയായി നിയോഗിക്കപ്പെട്ട സ്ഥലം. അടുത്തത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ ജന്മനാട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജന്മനാട് ഏതായിരുന്നു? ബാബിലോൺ. അപ്പം അതിൻ്റെ ഏതാ? ബാബിലോണാണ്. ഇസ്ഹാഖ് അലൈഹി ഇസ്ലാം റസൂലായി നിയോഗിക്കപ്പെട്ട സ്ഥലം. റസൂലായി നിയോഗിക്കപ്പെട്ടത് ഷാമാണ്. അപ്പം അതിൻ്റെ ഈ ഏതാ? അടുത്തത് ഇബ്രാഹിം അലൈഹിസ്സലാം ആദ്യം ഹിജ്റ പോയ സ്ഥലം. ഹിജ്റ പോയത് എവിടേക്കാണ്? ഹെറാനിലേക്കാണ്. അപ്പം അതിൻ്റെ ബി നമുക്ക് അവിടെ എഴുതാം. മനസ്സിലാക്കി പഠിക്കുക. ഇതുപോലെ ഇത് പാഠത്തിൽ വന്നിട്ടുണ്ട് മാച്ച് ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ വരാം. അടുത്ത പൂരിപ്പിക്കാനാണ്. എന്താണ്? നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഡാഷിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആദ് ഗോത്രക്കാർ. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ മകൻ ഡാഷിൻ്റെ ആരാ? നൂഹ് നബി അലൈഹി ഇസ്ലാം ഷാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണ് ആദ് ഗോത്രം. മനസ്സിലാക്കുക. അടുത്തത് റബ്ബന തഖബ്ബൽ മിന്ന ഡാഷ് അലീം. എന്താണ്? റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. എന്താണ്? അല്ലാഹു തആലയുടെ കൽപ്പന പ്രകാരം ഇസ്മായിൽ അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും കഅബ പുതുക്കി പണിതു. തൂഫാനിൽ അത് നശിച്ചു പോയിരുന്നു. അങ്ങനെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ അവർ പ്രാർത്ഥിച്ചതാണ് റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം. മനസ്സിലാക്കി പഠിക്കുക. അടുത്തത് അസൂയയും ഡാഷിൻ ഇബ്ലീസിനെ ധിക്കാരിയാക്കി. അസൂയയും അഹങ്കാരവും ഇബ്ലീസിനെ ധിക്കാരിയാക്കി. മനസ്സിലാക്കുക. അടുത്തത് സീസ് നബി അലൈഹി ഇസ്ലാം ഡാഷ് വർഷം ജീവിച്ചു. എത്ര വർഷമാണ് സീസ് നബി അലൈഹി ഇസ്ലാം ജീവിച്ചത്? 105 വർഷം. 105 വർഷമാണ് സീസ് നബി അലൈഹി ഇസ്ലാം ജീവിച്ചത്. മനസ്സിലാക്കുക. അടുത്തത് ഇസ്മായിൽ അലൈഹി ഇസ്ലാം ജുർഹും ഗോത്രക്കാരിൽ നിന്ന് അറബി പഠിച്ചു. ഇസ്മായിൽ അലൈഹി ഇസ്ലാം ജുർഹും ഗോത്രക്കാരിൽ നിന്നാണ് അറബി പഠിച്ചത്. അടുത്തത് നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്തിനു ഡാഷ് വർഷങ്ങൾക്ക് ശേഷമാണ്
ഹൂദ് അലൈഹി ഇസ്ലാമിനെ നിയോഗിക്കപ്പെട്ടത്? എത്ര വർഷങ്ങൾക്ക് ശേഷമാണ്? നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്തിൻ്റെ 800 വർഷങ്ങൾക്ക് ശേഷമാണ്. 800 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു ഹൂദ് അലൈഹി ഇസ്ലാമിനെ നിയോഗിക്കപ്പെട്ടത്. ആദ് സമൂഹത്തെ നേർവഴിയിലേക്ക് ക്ഷണിക്കാൻ അല്ലാഹു തആല അവരിൽ നിന്നുള്ള ഹൂദ് അലൈഹി ഇസ്ലാമിനെ നബിയും റസൂലുമായി നിയോഗിച്ചു. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ വഫാത്തിൻ്റെ 800 വർഷങ്ങൾക്ക് ശേഷമായിരുന്നു അത്. മനസ്സിലാക്കുക. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു? എവിടെയാണ്? ബൈത്തുൽ മുഖദ്ദസിലാണ്. ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ ജനാസ സംസ്കരണം നിർവഹിച്ചത് മലക്കുകളാണ്. ആദം നബി അലൈഹി ഇസ്ലാം വഫാത്തായി 1 വർഷത്തിന് ശേഷം ഹവ്വ റളിയല്ലാഹു അൻഹായും വഫാത്തായി. ബൈത്തുൽ മുഖദ്ദസിലാണ് ഇരുവരുടെയും ഖബറുകൾ സ്ഥിതി ചെയ്യുന്നത്. ജിദ്ദയിലെ മക്ബറത്തുൽ ഹവ്വായിലാണ് ഹവ്വ ബീവിയുടെ ഖബർ എന്നും അഭിപ്രായമുണ്ട്. മനസ്സിലാക്കുക. വഫാത്തിന് മുമ്പ് തന്നെ ആദം അലൈഹി ഇസ്ലാം മകൻ സീസ് അലൈഹി ഇസ്ലാമിന് വസിയത്ത് നൽകിയിരുന്നു. അടുത്തത്, മനുഷ്യവർഗത്തിൻ്റെ നിത്യശത്രു ആരാണ്? ഇബ്ലീസാണ് മനുഷ്യവർഗത്തിൻ്റെ നിത്യശത്രു. മനസ്സിലാക്കുക. നൂഹ് അലൈഹിസ്സലാം അവിശ്വാസിയായ മകൻ്റെ പേരെന്ത്? നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ അവിശ്വാസിയായ മകൻ്റെ പേരെന്ത്? കൻആൻ എന്നായിരുന്നു നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ അവിശ്വാസിയായ മകൻ്റെ പേര്. അടുത്തത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഫലസ്തീനിൽ എവിടെയാണ് മറമാടപ്പെട്ടത്? എവിടെയാണ്? ഹബ്റൂനിലാണ്. ഫലസ്തീനിലെ ഹബ്റൂനിലാണ് മറമാടപ്പെട്ടത്. 175 വയസ്സ് പ്രായമായപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം വഫാത്തായത്. മരണാസന്നയാകുമ്പോൾ അല്ലാഹു തആലയെ മാത്രം ആരാധിക്കാവൂ എന്നും മുസ്ലിമായി ജീവിച്ചു മരിക്കണമെന്നും അദ്ദേഹം മക്കളോട് വസിയത്ത് ചെയ്തിരുന്നു. മനസ്സിലാക്കുക. അദ്ദേഹത്തിൻ്റെ ഭാര്യ സാറാ ബീവിയും മറമാടപ്പെട്ടത് ഫലസ്തീനിലെ ഹബ്റൂനിലാണ്. മനസ്സിലാക്കുക. ഈജിപ്തിലെ രാജാവ് ഇബ്രാഹീമിന് സമ്മാനിച്ച ദാസി ആരായിരുന്നു? ഹാജർ എന്ന ദാസിയായിരുന്നു. മനസ്സിലാക്കുക. അടുത്തത്, തൂഫാനിനു ശേഷം നൂഹ് അലൈഹിസ്സലാം എത്ര വർഷം ജീവിച്ചു? എത്ര വർഷമാണ്? 60 വർഷം. 60 വർഷമാണ് തൂഫാനിന് ശേഷം നൂഹ് അലൈഹിസ്സലാം ജീവിച്ചത്. 60 വർഷം. അടുത്ത, ഇനി ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതണം. എന്താണ്? അല്ലാഹു തആല ഹവ്വ റളിയല്ലാഹു അൻഹായെ സൃഷ്ടിച്ചത് എങ്ങനെയാണ്? ആദം നബി അലൈഹി ഇസ്ലാം ഉറക്കത്തിലായിരുന്നു. അപ്പോൾ ആദം അലൈഹി ഇസ്ലാമിൻ്റെ ഇടതു വാരിയെല്ലിൽ നിന്ന് അല്ലാഹു തആല ഒരു സ്ത്രീയെ സൃഷ്ടിച്ചു. അതായിരുന്നു ഹവ്വ ബി റളിയല്ലാഹു അൻഹ. അല്ലാഹു തആല ഹവ്വ ബി റളിയല്ലാഹു അൻഹയെ സൃഷ്ടിച്ചത് അങ്ങനെയാണ്. മനസ്സിലാക്കാം. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ സ്വഭാവം എങ്ങനെയായിരുന്നു? ശാന്തനും സഹനശീലനുമായ നൂഹ് അലൈഹി ഇസ്ലാം എന്നും നോമ്പനുഷ്ഠിക്കുമായിരുന്നു. വിശ്രമമില്ലാതെ 950 വർഷം അദ്ദേഹം പ്രബോധനം നടത്തിയിട്ടുണ്ട്. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ സ്വഭാവമാണ് പറയുന്നത്. ശാന്തനും സഹനശീലനുമായിരുന്നു. മനസ്സിലാക്കുക. അടുത്തത്, ആദ് ഗോത്രത്തെ അല്ലാഹു തആല നശിപ്പിച്ചത് എങ്ങനെയാണ്? അപ്രതിരോധമായ കൊടുങ്കാറ്റായിരുന്നു അത്. 7 രാത്രിയിലും 8 പകലിലും അത് ആഞ്ഞടിച്ചു. കടപുഴുകി ഈന്തപ്പനത്തടി പോലെ അവിശ്വാസികൾ പിഴുതെറിയപ്പെട്ടു. ഹൂദ് നബി അലൈഹി ഇസ്ലാമിനെയും 4000-ഓളം വരുന്ന സത്യവിശ്വാസികളെയും അല്ലാഹു തആല രക്ഷപ്പെടുത്തി. അപ്പോൾ ആദ് ഗോത്രത്തെ അല്ലാഹു തആല നശിപ്പിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ അത് അപ്രതിരോധമായ ഒരു കൊടുങ്കാറ്റായിരുന്നു. മനസ്സിലാക്കുക. ആഞ്ഞടിച്ച ഒരു കൊടുങ്കാറ്റായിരുന്നു. അടുത്തത്, യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ 2 സഹതടവുകാർ കണ്ട സ്വപ്നം എന്തായിരുന്നു? യൂസുഫ് നബി അലൈഹി ഇസ്ലാമിൻ്റെ 2 സഹതടവുകാർ അവർ കണ്ട സ്വപ്നം എന്താണ്? ഒരാൾ വീഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നു, രണ്ടാമൻ തലയിൽ റൊട്ടി ചുമക്കുന്നു. അതാണ് അവർ കണ്ട സ്വപ്നം. ഒരാൾ വീഞ്ഞ് പിഴിഞ്ഞെടുക്കുന്നു, രണ്ടാമൻ തലയിൽ റൊട്ടി ചുമക്കുന്നു. മനസ്സിലാക്കുക. അല്ലാഹു തആല കീഴ്മേൽ മറിച്ച സദൂം ഇപ്പോൾ എവിടെയാണ്? ചാവുകടലിൻ്റെ വടക്കേ മൂലയിലെ വെള്ളത്തിനടിയിലാണ് ആ പ്രദേശം ഇന്നുള്ളത്. സദൂം
ഇപ്പോൾ ചാവുകടലിൻ്റെ വടക്കേ മൂലയിൽ വെള്ളത്തിലാണ് ആ പ്രദേശം എന്നുള്ളത് മനസ്സിലാക്കാം. അടുത്തത് വെള്ളിയാഴ്ച ഏറ്റവും ഉത്തമമായ ദിവസമായി എന്തുകൊണ്ടാണ് ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പും സ്വർഗപ്രവേശവും ഭൂമിയിലേക്കുള്ള ഇറക്കവും വഫാത്തുമെല്ലാം വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് സംഭവിച്ചത്. അതിനാൽ വെള്ളിയാഴ്ച ഏറ്റവും ഉത്തമമായ ദിവസമായി മനസ്സിലാക്കാം. നൂഹ് അലൈഹി ഇസ്ലാമിൻ്റെ കപ്പലിൽ 3 തട്ടുകളിൽ ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പൽ നിർമ്മിച്ചു, 3 തട്ടുകളില്ല. അതിലാരൊക്കെയായിരുന്നു, ഏതൊക്കെ തട്ടിലായിരുന്നു ഉണ്ടായത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്തൊക്കെയായിരുന്നു? നൂഹ് നബി അലൈഹി ഇസ്ലാം കപ്പൽ നിർമ്മിച്ചു. 600 മുഴം വീതിയും 1200 മുഴം നീളവും 30 മുഴം പൊക്കവും ഉള്ള 3 നിലകളുള്ള കപ്പൽ നിർമ്മിക്കപ്പെട്ടു. അടിത്തട്ട് മൃഗങ്ങൾക്കും മധ്യനില മനുഷ്യർക്കും മുകൾ തട്ട് പക്ഷികൾക്കുമുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ അത് എഴുതിയാൽ മതി. അടിത്തട്ട് മൃഗങ്ങൾക്കും മധ്യനില മനുഷ്യർക്കും മുകൾ തട്ട് പക്ഷികൾക്കുമുള്ളതായിരുന്നു. മനസ്സിലാക്കുക. അല്ലാഹു തആല ആദം നബി അലൈഹി ഇസ്ലാമിനും ഹവ്വാക്കും മുന്നറിയിപ്പ് നൽകി. എന്തായിരുന്നു മുന്നറിയിപ്പ് നൽകിയത്? സ്വർഗത്തിൽ സസുഖം ജീവിക്കാനും ഇഷ്ടമുള്ളതെല്ലാം കഴിക്കാനും അനുവാദം നൽകി ഒരു വൃക്ഷത്തോട് അടുക്കരുതെന്നും നിർദ്ദേശിച്ചു. അല്ലാഹു തആല നിർദ്ദേശിച്ചു. അപ്പോൾ അതാണ് മുന്നറിയിപ്പ് നൽകിയെന്ന് പറഞ്ഞത്. മനസ്സിലാക്കാം. ഇനി 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കാനാണ് സമൂദ് ഗോത്രത്തെ കുറിച്ചിട്ട്. പിന്നെ ഇവിടെ വരുന്നത് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധനം. അപ്പോൾ ഇത് സമൂദ് ഗോത്രത്തെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ആ പാഠത്ത് തന്നെ എഴുതാൻ വരുന്നുണ്ട്. തഹസീസ് എന്ന് പറഞ്ഞിട്ട് ആദ് ഗോത്രം, സമൂദ് ഗോത്രം. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി പഠിക്കുക. അതുപോലെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധനം, ഇബ്രാഹിം നേരിട്ട പരീക്ഷണങ്ങൾ ഒക്കെ ഓരോ പാഠം മനസ്സിലാക്കി പഠിക്കുക. പാഠത്തിൽ മാച്ച് ചെയ്യാൻ വന്നതൊക്കെ നന്നായി പഠിക്കുക. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കുക. എല്ലാ പാഠത്തിൻ്റെയും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് 1 വേർഡ് ക്വസ്റ്റ്യൻസ് ആയിട്ടുള്ളത് അതൊക്കെ നന്നായി പഠിക്കുക. അതിൽ പാഠത്തിൽ നിന്ന് കുറച്ചേ വരുള്ളൂ, ബാക്കിയൊക്കെ തദ്രിബാത്തിൽ നിന്ന് തന്നെയാണ് വരിക. എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. തൂഫാനിനെ കുറിച്ചിട്ട് 5 വരിയിൽ കുറയാതെ എഴുതാൻ മനസ്സിലാക്കി പഠിക്കുക. നൂഹ് നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രബോധനം. അബുൽ സാനി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉലുൽ അസ്മിൽപ്പെട്ട പ്രവാചകൻ നൂഹ് അലൈഹി ഇസ്ലാമാണ് അബുൽ സാനി എന്ന് പറയുന്നത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ ഞാൻ നൂഹ് അലൈഹി ഇസ്ലാം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഇതിൽ എഴുതുന്ന രീതിയും ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് പറഞ്ഞു പോകുന്ന രീതിയാണ് കേട്ടോ. അപ്പോൾ അത് പ്രശ്നമാക്കണ്ട ആരും. പിന്നെന്താണ്? ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ട് 5 വരെ കുറയാതെ എഴുതാൻ അപ്പം അത് ഒക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. മനുഷ്യോൽപത്തി 1-ാമത്തെ പാഠത്തിൽ അതിനെക്കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ അതൊക്കെ നന്നായി മനസ്സിലാക്കി പഠിക്കുക. നമ്മൾ റിവിഷൻ ചെയ്ത പാഠത്തു നിന്ന് എങ്ങനെ ചോദ്യം വരും എന്നൊക്കെ ഉള്ളത് ഉൾപ്പെടുത്തിയിട്ടാണ് റിവിഷൻ ചെയ്തത്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക. ഇനി ചോദ്യപേപ്പറിൽ എന്തെങ്കിലും ഉത്തരങ്ങൾ പറഞ്ഞത് മാറ്റം ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കണം. കമൻ്റായിട്ടോ എൻ്റെ ഫോൺ നമ്പറിലോ അറിയിക്കണം. ബുക്കില്ലാതെ പഠിച്ച ഓർമ്മയിലുള്ള ഉത്തരങ്ങളാണ് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവരും മനസ്സിലാക്കുക, ഉപകാരപ്പെടുത്തുക. വീഡിയോ അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.